ഹലോ, എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ക്രിസ്മസ് വിഷസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ള ബനാന വൈനാണ്. വെറും 10 ദിവസത്തിനുള്ളിൽ തന്നെ ഇടാം കേട്ടോ. അപ്പം അത് എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ഭരണിയും തവിയും എല്ലാം പുതിയതായിട്ട് വാങ്ങിച്ചു. നമ്മൾ നേരത്തെ അച്ചാറൊക്കെ ഇടുന്ന ഭരണിയൊന്നും ഇതിനായിട്ട് എടുക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഈ വൈനിന് യൂസ് ചെയ്യേണ്ട പാത്രങ്ങളും തവിയും തുണിയും എല്ലാം നമ്മൾ നന്നായിട്ട് കഴുകി വെയിലത്തുണക്കി വെച്ച് റെഡിയാക്കി എടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ ഒരു ടിപ്പ് വൈനിടാൻ വേണ്ടിയിട്ടുള്ളത്. എല്ലാം നന്നായിട്ട് മാക്സിമം വെയിലത്ത് വെച്ച് ഉണക്കി റെഡിയാക്കി ഇരിക്കുക. അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പാളയംതോടൻ പഴമാണ്. ഞാനിവിടെ 10 മീഡിയം സൈസ് പാളയംതോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്തതായിരിക്കണം. അതിനെ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എല്ലാ പഴവും ഈ അറ്റത്തൊക്കെ ഉള്ള കുറച്ച് പഴുത്തതായിട്ടുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ കൈകളിലൊന്നും വാട്ടർ കണ്ടൻറ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ഭരണി. 5 ലിറ്ററിൻ്റെ ഭരണിയാണ്. കുറച്ച് വലുതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം ഒരു 3 ലിറ്റർ ഭരണിയൊക്കെ മതിയാവും. ഞാനിത് നേരത്തെ കഴുകി ഉണക്കി എടുത്തതൊക്കെ കാണിച്ചു തന്നു. അപ്പം വാട്ടർ കണ്ടൻറ്റ് ഇതിനകത്തിലും ശകലം പോലും കാണരുത്. വൈനൊക്കെ കൂടുതലും ചീത്തയായി പോകാനുള്ള ചാൻസസ് ഉണ്ടാകുന്നത് ഈ ഭരണിയും തവിയും ബാക്കിയുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങളിലൊക്കെ വെള്ളത്തിൻ്റെ അംശം, പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കൈകളിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ അംശം, പിന്നെ ഈ ഭരണി സ്പൂണൊക്കെ നമ്മൾ വേറെ ഓരോ കാര്യങ്ങൾ കറി എടുക്കാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്തതൊക്കെ ആയിട്ട് എടുക്കുമ്പോഴാണ് വൈനിൽ പോപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വൈൻ ഉണ്ടാക്കിയാൽ ആർക്കും വൈൻ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനങ്ങനെ എല്ലാ പഴവും ഇതേപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഭരണിയിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കണ്ട, കുറച്ചിട്ടതിന് ശേഷം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാര ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ പഞ്ചസാരയാണ്. പക്ഷെ ഞാനിപ്പോൾ ഭരണിയിലേക്ക് 1 കിലോ പഞ്ചസാര ഇടുന്നില്ല. ഒരു കപ്പ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി വരുന്ന എല്ലാ പഞ്ചസാരയും ഇതിലേക്ക് ആഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് പഴം ആഡ് ചെയ്തു, പിന്നെ വീണ്ടും പഞ്ചസാര, പിന്നെ ബാക്കിയുള്ള പഴം ആഡ് ചെയ്യുക. അങ്ങനെ മാറ്റി മാറ്റി നമ്മൾ ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ പഴവും ഞാനിവിടെ ആഡ് ചെയ്തു. ലാസ്റ്റ് കുറച്ച് പഞ്ചസാരയും കൂടെ ബാക്കിയുണ്ട്, അതും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണ്. ഈ 1 കിലോ പഞ്ചസാരയിൽ നിന്ന് 1 കപ്പ് ഞാൻ മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് പെട്ടെന്ന് കണ്ട് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഓരോന്നായിട്ടും പറഞ്ഞു തരുന്നത്. അടുത്തായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറുവപ്പട്ടയും ഗ്രാമ്പുവാണ്. ഞാനിതിലേക്ക് കറുവപ്പട്ട എടുത്തിരിക്കുന്നത് 2 ഇടത്തരം സൈസിലുള്ള കറുവപ്പട്ടയും അതുപോലെ തന്നെ ഒരു 4 കഷ്ണം ഗ്രാമ്പുവാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. അതാകുമ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ആഡ് ചെയ്യാം. അല്ലാത്തവർ ചെറിയ ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ഈസ്റ്റും കൂടെ 10 മിനിറ്റ് കലക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുക. അടുത്ത ഞാൻ ഇതിലേക്ക് 1 ലിറ്റർ തിളപ്പിച്ചരിച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ ചൂടുവെള്ളം തലേദിവസം തന്നെ തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങളും അതുപോലെ തന്നെ ചെയ്താൽ മതി. പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത്. പച്ചവെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ വൈൻ കേടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നന്നായിട്ട് ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ക്ലീൻ ആയിട്ടുള്ള തവി അടി കൂട്ടി പിടിച്ച് നന്നായിട്ടൊരു 5 മിനിറ്റ് ഇളക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയാൻ വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് ഇളക്കാൻ പറയുന്നത്. നമ്മുടെ കൈകളിലൊന്നും ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത്. ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. അതുപോലെ തവി വേറെ കറിക്കൊന്നും ഉപയോഗിച്ച തവിയും എടുക്കാൻ പാടില്ല. വളരെ സൂക്ഷിച്ച് വേണം വൈൻ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഭരണിയുടെ അകവശം. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ നമ്മുടെ വൈൻ്റെ പ്രൊസീജിയർ എല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി നമ്മുടെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇത് ഇളക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കും. അത് ഇളക്കുന്നത് ഒഴിച്ചാൽ ബാക്കി നമ്മുടെ 10ാമത്തെ ദിവസമായിരിക്കും ഈ വൈൻ തുറക്കുക. അപ്പോൾ ഞാൻ ആ വൈൻ ഇളക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും നിങ്ങളെ. അപ്പോൾ ഞാൻ ഭരണിയൊക്കെ അടച്ചു. ഒരു നല്ല വൃത്തിയുള്ള തുണി വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയതാണ് കേട്ടോ. അത് വെച്ച് മൂടിയിട്ട് ഒരു നാട കൊണ്ട് കെട്ടുകയും ചെയ്തു. ഞങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് ഈ പ്രൊസീജിയർ എല്ലാം ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരാൾക്ക് മാത്രം പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ വൈന് എവിടെയെങ്കിലും സുരക്ഷിതമായ രീതിയിൽ ഇരുട്ടത്ത്, വെയിലൊന്നും അടിക്കാത്ത ഒരു സ്ഥലത്ത്, ഉറുമ്പൊന്നും കയറാത്ത ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും വെക്കുക.
അപ്പോൾ 8ാമത്തെ ദിവസമായ ഇന്ന് ഞാൻ ഇളക്കാനായിട്ട് എടുത്തു. അപ്പോൾ വിചാരിച്ചു നിങ്ങൾക്ക് ഒരു വീഡിയോയും കൂടെ പിടിക്കാം, ഇളക്കുന്ന രീതിയും കാണിക്കാം. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കുക, 5 മിനിറ്റ് അടി കൂട്ടി ഇളക്കുക. അപ്പോൾ ഇനി 10ാമത്തെ ദിവസം ഒരു പ്രൊസീജിയറോടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ മാറ്റി വെച്ച പഞ്ചസാര കാരമലൈസേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്ത് 1 കപ്പ് വെള്ളം നല്ലതായിട്ട് തിളപ്പിച്ച് എടുക്കുകയാണ്. അപ്പോൾ തൊട്ടിപ്പുറത്ത് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആദ്യം തീ ഓണാക്കിയതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കരുത്, അതുകൊണ്ടാണ് ഇങ്ങനെ പുക വന്നത്. അപ്പം നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ നേരത്ത് ആദ്യം തവിയോ സ്പൂണോ ഒന്നും ഉപയോഗിക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ തീ കൂട്ടിയിടാതിരിക്കാനും ശ്രദ്ധിക്കുക, ഇതിൽ പുക കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ നന്നായിട്ട് പാത്രം കൊണ്ട് ഇളക്കിയാൽ മാത്രം മതി. ഇത് ബ്രൗണിഷ് കളർ ആവുന്നതും വരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. തൊട്ടപ്പുറത്ത് വെച്ച് നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നല്ലോ, അത് ചെറിയ തീയിൽ ഇട്ട് കൊടുത്താൽ മതി. ഷുഗർ കാരമലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഈ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ താണ്ട് ഏകദേശം മുഴുവനായിട്ടും ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. ഇനി തവിയോ സ്പൂണോ കൊണ്ട് ഇളക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് പതുക്കെ സൈഡ് ചേർത്ത് ഒന്ന് ചൂടുവെള്ളം ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല പുക വരും, കയ്യിലൊക്കെ തട്ടി പൊള്ളലേക്കും, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതേപോലെ കാരമലൈസ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് ചൂട് മാറാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മളങ്ങനെ 10ാമത്തെ ദിവസം വൈൻ തുറക്കുകയാണ്. എന്താകും എന്നുള്ള ആകാംക്ഷയിലാണ്. നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു പഴത്തിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അടപ്പ് തുറന്നപ്പോൾ തന്നെ നല്ല വീര്യം കലർന്ന മണം, പഴത്തിൻ്റെ സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ആ മേൾഭാഗത്തെ കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആ മേൽഭാഗത്തെ കട്ടിയായിട്ടുള്ള പഴമൊക്കെ ഒന്ന് എടുത്തു മാറ്റണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു കഴുകി ഉണക്കി വൃത്തിയാക്കിയെടുത്ത ഒരു വെള്ള തുണിയിലൂടെയാണ് അരിച്ചെടുക്കുന്നത്. ഇനി തുണിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ സ്ട്രെയിനറിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. 1-2 പ്രാവശ്യം അരിച്ചെടുക്കുക. ഭരണി പിടിക്കാൻ തന്നെ 2-3 പേര് വേണ്ടി വന്നു. ഇനി നന്നായിട്ട് ആ തുണി പിഴിഞ്ഞ് എടുക്കുക. സത്തൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല ഒരു തെളിഞ്ഞ ഒരു വൈനാണ്. ഇനിയും ഇത് നന്നായിട്ട് കുറച്ച് ദിവസം കൂടെ വെച്ചാൽ കുറച്ചുകൂടി തെളിഞ്ഞ് കിട്ടും. അപ്പം ഞാനിത് ഒരു ദിവസം വെക്കുകയാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ തെളിഞ്ഞ് അടിയിൽ മട്ടി വന്ന് ക്ലിയറായിട്ട് കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് നേരത്തെ ചൂടാറാൻ മാറ്റി വെച്ച ഷുഗർ കാരമലൈസ് സിറപ്പ് ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പം നമ്മുടെ വൈന് നല്ലൊരു കളറ് കിട്ടും. ഇത് മസ്റ്റൊന്നും അല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഈ ഷുഗർ സിറപ്പ് ചേർത്ത വൈന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. പിന്നെ നിങ്ങൾ വൈൻ സ്റ്റോർ ചെയ്യാനായിട്ട് പ്ലാസ്റ്റിക് കുപ്പികളൊന്നും എടുക്കല്ല്. നല്ലതായിട്ട് നീറ്റായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഗ്ലാസ് ബോട്ടിൽ തന്നെ എടുക്കണം. സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നിങ്ങളത് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോഴത്തെ ഒരു ചൂട് കാലാവസ്ഥയിലൊക്കെ ചിലപ്പോൾ പുറത്ത് വെക്കുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെൽഫിലോ വല്ലതും ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും വെക്കുക. ഞാൻ എന്തായാലും ഇത് ക്രിസ്മസിനാണ് എടുക്കുന്നത്, അതുവരെ ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഒരുപാടൊന്നും എയർ ടൈറ്റ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് അടച്ചു വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വൈൻ പ്രൊസീജിയർ. വളരെ എളുപ്പമാണ്, നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പം എന്തായാലും ക്രിസ്മസ് അടുത്തു, വരുന്നത് ന്യൂ ഇയറാണ്. പുതുവർഷത്തിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ, നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ഹോം മെയ്ഡ് ബനാന വൈൻ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്ത്.